സേലത്ത് വാഹനാപകടത്തിൽ മലയാളികളടക്കം 7 മരണം. ബംഗളൂരുവിൽ നിന്ന് തിരുവല്ലയ്ക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ടാണ് ദുരന്തമുണ്ടായത്. 2 ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം. കൂടുതൽ വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുകയാണ്. സിജു, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? സേലം കൃഷ്ണഗിരി ദേശീയപാതയിൽ പുലർച്ചെയാണ് അപകടമുണ്ടായത്. ബാംഗ്ലൂരുവിൽ നിന്ന് കോട്ടയം തിരുവല്ലയിലേക്കുള്ള സ്വകാര്യ ബസ്സും സേലത്ത് നിന്നും കൃഷ്ണഗിരിയിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സും കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ അപകടത്തിൽ മലയാളികൾ ഉൾപ്പെടെ 7 പേർ മരിച്ചുവെന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇതിൽ മരിച്ചതിൽ ഒരാളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. മലയാളിയായ ജേക്കബ് എന്നയാളാണ് മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇദ്ദേഹം ആലപ്പുഴ എടത്വ സ്വദേശിയാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ അപകടത്തിൽ 40ഓളം പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണ്. ഇവരെ സേലത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള സർക്കാർ ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മലയാളികൾ ഉൾപ്പെടെ ചിലരുടെ നില ഗുരുതരമാണ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ബാംഗ്ലൂരുവിൽ നിന്ന് കോട്ടയത്തേക്കുള്ള ബസ്സായതിനാൽ കൂടുതൽ മലയാളികൾ ഉണ്ടായിരുന്നു. അതും പരിക്കേറ്റവരിൽ കൂടുതൽ മലയാളികൾ ഉണ്ടെന്ന സൂചനകളാണ് നൽകുന്നത്. ഇടിയുടെ ആഘാതത്തിൽ 2 ബസ്സുകളും റോഡിലേക്ക് മറിഞ്ഞിരുന്നു. അതും അപകടത്തിന്റെ ഒരു വ്യാപ്തി കൂട്ടി. ഇതിൽ കൂടുതൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരും മണിക്കൂറുകൾ ലഭിക്കുന്നതാണ്. ഈ അപകടം നടന്ന സ്ഥലത്ത് സേലത്ത് നിന്നുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അടക്കം എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തി ഇവരെ ഈ ആശുപത്രികളിലേക്ക് മാറ്റിയത്. സിജു, ഈ മരിച്ചവരെ കുറിച്ച് വ്യക്തമായ വിവരം ലഭ്യമായിട്ടുണ്ടോ? അപകടത്തിന്റെ പ്രാഥമിക വിവരം മാത്രമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഇതിൽ 4 മലയാളികളുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 7 പേരാണ് നിലവിൽ മരണപ്പെട്ടിരിക്കുന്നത്. 4 മലയാളികളിൽ ഒരാളുടെ പേര് ജേക്കബ് എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇദ്ദേഹം ആലപ്പുഴ എടത്വ സ്വദേശി എന്ന വിവരം ഇപ്പോൾ ലഭിക്കുന്നു. കൂടുതൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. മരിച്ചു എന്നറിയുന്ന 3 മലയാളികളുടെ പേരുകൾ കൂടി ലഭിക്കേണ്ടതുണ്ട്. ഈ മരിച്ച ജേക്കബിന്റെ കുടുംബാംഗങ്ങളും ഭാര്യ ഉൾപ്പെടെയുള്ളവർ ബസ്സിലുണ്ടായിരുന്നു എന്ന വിവരം ഉൾപ്പെടെ ലഭിക്കുന്നു. നമുക്ക് പൂർണ്ണമായും സ്ഥിരീകരിച്ച ഒരു വിവരം നിലവിൽ ലഭ്യമല്ല. അത്തരം വിവരങ്ങൾ കൂടുതൽ ശേഖരിച്ചു വരികയാണ്. നിലവിൽ വലിയ ഒരു അപകടമായിരുന്നു ഈ സേലം കൃഷ്ണഗിരി ദേശീയപാതയിൽ നടന്നത്. അതിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ഈ 2 ബസ്സിലും നിരവധി യാത്രക്കാരുണ്ടായിരുന്നു. ബംഗളൂരുവിൽ നിന്ന് കോട്ടയത്തിലേക്കുള്ള ബസ്സിൽ പൂർണ്ണമായും മലയാളികളായിരുന്നു. അതോടൊപ്പം തന്നെ സേലത്തിൽ നിന്ന് കൃഷ്ണഗിരിയിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സിലും കൂടുതൽ യാത്രക്കാരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപകടത്തിന്റെ വ്യാപ്തി ഇത്രയും വർദ്ധിച്ചത്. 40ഓളം പേരാണ് പരിക്കേറ്റ് സർക്കാർ ആശുപത്രിയിലും അതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രിയിലും കഴിയുന്നത്. കൂടുതൽ മലയാളികൾ ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ ഇനി ലഭിക്കേണ്ടതുണ്ട്. പൂർണ്ണമായും സ്ഥിരീകരിച്ച വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല. സേലത്ത് വാഹനാപകടത്തിൽ മലയാളികളടക്കം 7 മരണം. ബംഗളൂരുവിൽ നിന്ന് തിരുവല്ലയ്ക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 2 ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. 40ഓളം പേർ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിന്റെ വിവരങ്ങളാണ് സിജു കണ്ണൻ നൽകിയത്. എലിപ്പനി തടയാൻ കോഴിക്കോട് ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. പനി ബാധിച്ച് 1000-ലേറെ പേരാണ് ചികിത്സ തേടിയത്. കൂടുതൽ വിവരങ്ങളുമായി ജോഷില ചേരുകയാണ്. ജോഷില, കോഴിക്കോട് ജില്ലയിൽ എലിപ്പനി തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുന്നു. എങ്കിൽ പോലും പനി ബാധിച്ച് 1000-ലേറെ പേർ ചികിത്സയിൽ ഉണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏത് രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത്? കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ 12 പേർ കൂടി എലിപ്പനി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കണ്ണാടിക്കൽ, വേങ്ങേരി, ഉളവണ്ണ, കുന്നമംഗലം, കല്ലായി, അത്തോളി, വില്യാപ്പള്ളി, തിരുവമ്പാടി മേഖലകളിൽ 31 പേർക്ക് എലിപ്പനി ഉള്ളതായി സംശയിക്കുന്നുണ്ട്. എലിപ്പനി ബാധിച്ചെന്ന് സംശയിക്കുന്ന 10 പേരാണ് ഇതുവരെ മരിച്ചിട്ടുള്ളത്. ഇതിൽ 7 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ മരിച്ച 7 പേരിൽ രോഗബാധ സ്ഥിരീകരിച്ച 7 പേരിൽ 2 പേർ ഒരാൾ കണ്ണൂർ ജില്ലയിലുള്ള ആളും മറ്റൊരാൾ മലപ്പുറം ജില്ലയിലുള്ള ആളുമാണ്. 5 പേരാണ് കോഴിക്കോട് ജില്ലയിൽ എലിപ്പനി ബാധിച്ച് മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്നലെ പനി ബാധിച്ച് 1234 പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിരിക്കുന്നത്. 18 പേര് കിടത്തി ചികിത്സയ്ക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 5 പേർക്ക് ഡെങ്കിപ്പനിയും 4 പേർക്ക് മഞ്ഞപ്പിത്തവും ഉള്ളതായാണ് സംശയിക്കുന്നത്. എന്തായാലും കോഴിക്കോട് ജില്ലയിൽ ഇത്തരത്തിൽ രോഗബാധ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ഇവിടെ നടത്തുന്നത്. കോഴിക്കോട് ജില്ലയിൽ 16 തദ്ദേശ സ്ഥാപനങ്ങളിൽ താൽക്കാലിക ക്ലിനിക്കുകൾ ആരംഭിച്ചു. ഒരു ഡോക്ടർ, ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ, നഴ്സ് എന്നീ നിലയിലുള്ള
സജ്ജീകരണമാണ് ഓരോ ക്ലിനിക്കുകളിലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇത് പ്രാഥമിക സൗകര്യങ്ങളുള്ള ആശുപത്രികൾക്ക് പുറമെയാണ്, മറ്റ് പ്രാഥമികമായ എല്ലാ ചികിത്സയ്ക്കും പുറമെയാണ് ഇത്തരം ക്ലിനിക്കുകൾ ആരംഭിച്ചിട്ടുള്ളത്. നിലവിലുള്ള പ്രാഥമിക സംവിധാനങ്ങൾക്ക് പുറമെ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും പ്രവർത്തിക്കുന്നുണ്ട്. സ്വയം ചികിത്സ ചെയ്യരുതെന്നും പനി വന്നവർ ഉടൻ തന്നെ ചികിത്സ തേടണമെന്നുമുള്ള ജാഗ്രതാ നിർദ്ദേശവും ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും വിപുലമായ രീതിയിൽ തന്നെ പനിയെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളാണ് കോഴിക്കോട് ജില്ലയിൽ ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് കോഴിക്കോട് ജില്ലയിൽ എലിപ്പനി പ്രതിരോധ ഗുളിക കഴിച്ചുകൊണ്ട് മന്ത്രി ടി പി രാമകൃഷ്ണനും കലക്ടറും പ്രതിരോധ പ്രചരണം ശക്തമാക്കും. പ്രതിരോധ മരുന്നുകൾ കുടിക്കാത്ത ഒരു പ്രശ്നം ജനങ്ങൾ ഇത് കുടിക്കാൻ തയ്യാറാകാത്ത ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നുണ്ട്. അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ്, പരിഹരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ മന്ത്രി മാതൃകയായിക്കൊണ്ട് പ്രതിരോധ ഗുളിക കഴിച്ച് പ്രതിരോധ പ്രചരണം ശക്തമാക്കുന്നത്. എലിപ്പനി തടയാൻ കോഴിക്കോട് ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. പനി ബാധിച്ച് 1000-ലേറെ പേരാണ് ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുന്നത്. ഇതിന്റെ വിവരങ്ങളാണ് ജോഷില നൽകിയത്. ദുരന്തം നേരിടാൻ എല്ലാവരും മികച്ച രീതിയിൽ നല്ല യോജിപ്പോടെ പ്രവർത്തിച്ചുവെന്ന് മുഖ്യമന്ത്രി. വിവിധ വകുപ്പുകളുടെ ഏകോപനം മികച്ചതായിരുന്നു. പല ഉദ്യോഗസ്ഥരും അഹോരാത്രം ജോലി ചെയ്തു. ക്യാമ്പിൽ കഴിഞ്ഞവർക്ക് 10,000 രൂപ വീതം നൽകുന്നത് 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരം വരെയുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്ത് 236 ക്യാമ്പുകളിലായി 28,000 പേരാണ് കഴിയുന്നത്. കൂടുതൽ പേർ ക്യാമ്പിലുള്ളത് ആലപ്പുഴ ജില്ലയിലാണ്, 17,805 പേർ. വീടുകളിലേക്ക് തിരികെ മടങ്ങുമ്പോൾ ദുരിതബാധിതർക്ക് നൽകുന്ന കിറ്റിന്റെ വിതരണവും സർക്കാർ ദ്രുതഗതിയിലാക്കി. 2 ജില്ലയിലൊഴികെ കിറ്റ് വിതരണം പൂർത്തിയായതായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗം വിലയിരുത്തി. ആലപ്പുഴ, എറണാകുളം ജില്ലകളിലാണ് ബാക്കിയുള്ളത്. അത് 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയത്. ക്യാമ്പുകളിൽ കഴിഞ്ഞവർക്ക് 10,000 രൂപ വീതം ബാങ്ക് മുഖേന വിതരണം ചെയ്യുന്നത് 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഇതിനാവശ്യമെങ്കിൽ വില്ലേജ് തലത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയോഗിക്കാനാണ് നിർദ്ദേശം. ഇതുവരെയായി 4,72,633 വീടുകൾ വൃത്തിയാക്കി. വെള്ളം കയറിയ വീടുകളുടെ 81%മാണിത്. 14,000 സ്ക്വാഡുകളാണ് വൃത്തിയാക്കുന്നതിനു വേണ്ടി രംഗത്തുള്ളത്. 15,000 ടൺ ജൈവമാലിന്യം ശേഖരിച്ചതിൽ 13,000 ടൺ സംസ്കരിച്ചു. 18,543 ടൺ അജൈവ മാലിന്യവും ഇതിനോടകം ശേഖരിച്ചു കഴിഞ്ഞു. ശുദ്ധജലം വീടുകളിൽ എത്തിക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ വേണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. ധാരാളം ശുചിമുറികൾ വെള്ളപ്പൊക്കത്തിൽ തകർന്നു പോയിട്ടുണ്ട്. പകരം നിർമ്മിക്കുന്ന ശുചിമുറികൾ സെപ്റ്റിക് ടാങ്ക് ഉള്ളതായിരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തം നേരിടുന്നതിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം മികച്ചതായിരുന്നുവെന്നും യോഗം വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് പ്രളയം തകർത്തത് 1,801 അംഗൻവാടികളെന്ന് പ്രാഥമിക കണക്ക്. 118 കോടി രൂപയുടേതാണ് നാശനഷ്ടം. ഈ അംഗൻവാടികൾക്ക് പകരം താൽക്കാലികമായി സംവിധാനം ഏർപ്പെടുത്തും. മാതൃകാ അംഗൻവാടികളായി ഇവ പുനർനിർമ്മിക്കാനും സർക്കാർ തീരുമാനിച്ചു. പ്രളയക്കെടുതിയിൽ അംഗൻവാടികളുടെ പ്രാഥമിക കണക്കെടുപ്പിൽ 131 അംഗൻവാടികൾ പൂർണ്ണമായും ഉപയോഗശൂന്യമായി. 1,670 അംഗൻവാടികൾക്ക് ഭാഗികമായി കേടുപറ്റിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇവ പുനർനിർമ്മിക്കാനായി 118 കോടി രൂപ വേണ്ടിവരുമെന്ന് മന്ത്രി കെ ശൈലജ വ്യക്തമാക്കി. ഈ അംഗൻവാടികൾക്ക് പകരം താൽക്കാലികമായുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തും. തുടർന്ന് ഇവ മാതൃകാ അംഗൻവാടികളായി പുനർനിർമ്മിക്കും. പോഷകാഹാരങ്ങൾ വീടുകൾ വഴി കൃത്യമായി വിതരണം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഭിന്നശേഷിക്കാരുടെ നഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ വീണ്ടെടുക്കാൻ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. ഭിന്നശേഷിക്കാരുടെ നഷ്ടപ്പെട്ട സഹായ ഉപകരണങ്ങളുടെ കണക്കുകൾ എടുക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കാനാണ് തീരുമാനം. ഭിന്നശേഷിക്കാരുടെയും വനിതകളുടെയും നഷ്ടപ്പെട്ട തൊഴിൽ സ്ഥാപനങ്ങൾക്ക് പകരം എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് സർക്കാർ ആലോചിച്ച് തീരുമാനിക്കും. വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ വഴിയും വനിതാ വികസന കോർപ്പറേഷൻ വഴിയും വായ്പകൾ ലഭ്യമാക്കാനാണ് നിലവിൽ സർക്കാർ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കനത്ത മഴയിൽ ഉരുൾപൊട്ടലുണ്ടായതിനെ തുടർന്ന് ഒറ്റപ്പെട്ട നെല്ലിയാമ്പതിക്കായി പ്രത്യേക പാക്കേജ് വേണമെന്ന ആവശ്യം. നെല്ലിയാമ്പതിയിലെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളടക്കം പരിഗണിച്ചുകൊണ്ട് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വികസന പദ്ധതി നടപ്പിലാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. മഴക്കെടുതിയിൽ നെല്ലിയാമ്പതി ദിവസങ്ങളോളം ഒറ്റപ്പെട്ടിരുന്നു. ചുരത്തിൽ 80ഓളം സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടി ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും വെള്ളത്തിനടിയിലാവുകയും ചെയ്തു. ചുരത്തിലൂടെയുള്ള ഗതാഗതം ഭാഗികമായി മാത്രമാണ് പുനഃസ്ഥാപിക്കാനായത്. ഈ സാഹചര്യത്തിൽ നെല്ലിയാമ്പതിക്കായി പ്രത്യേക പാക്കേജ് നടപ്പിലാക്കുന്ന കാര്യം പരിഗണിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് നെന്മാറ MLA കെ ബാബു പറഞ്ഞു. ദീർഘകാലത്തേക്ക് ജീവിക്കാൻ ആവശ്യമായ പുതിയ പാക്കേജ് അത് എന്തൊക്കെയാണ് എന്ന് അവിടെയുള്ള തൊഴിലാളി നേതാക്കളെയും അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഗവൺമെന്റ് തലത്തിലുള്ള ചർച്ച കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും. തോട്ടമേഖലയിൽ ജോലിയും ശമ്പളവും ഇല്ലാതായതോടെ നെല്ലിയാമ്പതി കടുത്ത പ്രതിസന്ധിയിലാണ്.
തോട്ടം മേഖലയെ കൂടി പരിഗണിച്ച് ബദൽ റോഡ് ഉൾപ്പെടെയുള്ള സാധ്യതകൾ തേടണം. നെല്ലിയാമ്പതിയിലെ എസ്റ്റേറ്റിലെ പാടികളിൽ കഴിയുന്നവരെ പുനരധിവസിപ്പിക്കണം. ആദിവാസി കുടുംബങ്ങളെ അനുയോജ്യമായ സ്ഥലത്ത് മാറ്റിപ്പാർപ്പിക്കണം. ഈ മഴക്കാലത്ത് അവരെ മാറ്റിപ്പാർപ്പിക്കുകയല്ല നമുക്ക് വേണ്ടത്. അതിനു പകരം അവരെ ഒരിക്കലും ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടോ മറ്റു അപകടമോ ഇല്ലാത്ത സ്ഥലത്തിലേക്ക് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക സ്കീം ഏർപ്പെടുത്തി താഴെ നെന്മാറയിലോ തൊട്ടടുത്ത പഞ്ചായത്തുകളിലോ കൊണ്ട് താമസിപ്പിക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു സുരക്ഷാബോധം നമുക്കുണ്ടാവാൻ വേണ്ടി കഴിയുള്ളൂ. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയും ടൂറിസം സാധ്യതയും കണക്കിലെടുത്ത് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വികസനം നെല്ലിയാമ്പതിയിൽ നടപ്പിലാക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് CPIM സമാഹരിച്ച സംഭാവന 26 കോടി കഴിഞ്ഞു. അതത് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാഹരിച്ചെടുത്ത തുക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയെന്നും തുക സമാഹരിക്കുന്ന പ്രവർത്തനം തുടരുന്നുവെന്നും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. പ്രളയാനന്തര പുനരധിവാസ പ്രവർത്തനങ്ങളിൽ സർക്കാരിനെ സഹായിക്കുവാൻ CPIM ഇതുവരെ സമാഹരിച്ചത് 26,43,22,778 രൂപയാണ്. ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് CPM ഇത്രയും വലിയ തുക സമാഹരിച്ചെടുത്തത്. സമാഹരിച്ചെടുത്ത തുക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയെന്നും സമാഹരണ പ്രവർത്തനം തുടരുന്നുവെന്നും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇത് ഓരോ പാർട്ടി ലോക്കൽ കമ്മിറ്റിയും പിരിച്ചെടുത്ത തുക മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് നേരിട്ട് ബാങ്ക് വഴി അയച്ചു കൊടുക്കുകയാണ് പാർട്ടി ഘടകങ്ങൾ ചെയ്തത്. അതിൻ്റെ ഭാഗമായി ഇതിനകം അയച്ചു കൊടുത്ത തുകയുടെ കണക്കാണ് ഈ 26 കോടി രൂപ. ഇനിയും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ 2 ദിവസം കൊണ്ട് നടത്തിയ ഫണ്ട് സമാഹരണത്തിലൂടെ 16,43,73,940 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരുന്നു. പ്രളയക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനു വേണ്ടി കേരളത്തിൽ ആദ്യമായാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്രയുമധികം തുക ജനങ്ങളിൽ നിന്ന് ശേഖരിച്ചു നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്തെ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് സഹായവുമായി സർക്കാർ ഉദ്യോഗസ്ഥരായ ദമ്പതികൾ. ഇടുക്കി വണ്ടിപ്പെരിയാർ പ്രദേശത്ത് വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ 2 ഏക്കർ ഭൂമി നൽകിയിരിക്കുകയാണ്. പീരുമേട് സിവിൽ സപ്ലൈസ് റേഷൻ ഇൻസ്പെക്ടർ ഗണേശനും ഭാര്യ പെരിയാർ വില്ലേജിൽ ഓഫീസ് സ്റ്റാഫായ എഴിലരശിയും. പീരുമേട് താലൂക്കിലെ റേഷൻ ഇൻസ്പെക്ടറായ M ഗണേശൻ, ഭാര്യ പെരിയാർ വില്ലേജ് യൂഡി ക്ലർക്കായ എഴിലരശി എന്നിവരാണ് ദുരിതബാധിതർക്ക് വീട് വെക്കാൻ 2 ഏക്കർ ഭൂമി നൽകിയത്. കനത്ത മഴയിൽ പെരിയാർ കരകവിഞ്ഞൊഴുകിയതോടെ വള്ളക്കടവ് മുതൽ ചപ്പാത്ത് വരെയുള്ള ഭാഗത്ത് 95ഓളം വീടുകൾ തകർന്നിരുന്നു. ഈ പ്രദേശങ്ങളിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ച ക്യാമ്പുകളിലായിരുന്നു ഗണേശനും ഭാര്യയും സേവനം ചെയ്തിരുന്നത്. ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ കണ്ണീരും സങ്കടവും തന്നെയാണ് തങ്ങളുടെ ഇത്തരമൊരു തീരുമാനത്തിന് കാരണമായതെന്ന് ഗണേശൻ പറഞ്ഞു. നമ്മുടെ സ്വന്തം സ്ഥലം, അതായത് 2010 അമ്മയുടെ പെൻഷൻ മേടിച്ച പൈസയും ഞങ്ങളുടെ സ്വർണ്ണങ്ങളും പണയം വെച്ച് ബാങ്ക് ലോൺ എടുത്തിട്ടാണ് ഈ 2 ഏക്കർ സ്ഥലം വാങ്ങിച്ചത്. വണ്ടിപ്പെരിയാറിൽ നിന്നും ഒരു 4 കിലോമീറ്റർ അകലെയേ ഉള്ളൂ. ആ പൂർണ്ണ സ്ഥലം 2 ഏക്കർ 10 സെന്റ് സ്ഥലം പൂർണ്ണമായും സർക്കാരിന് വിട്ടുകൊടുക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾക്ക് ഒരു എളിമയായിട്ടുള്ള ഒരു അപേക്ഷയും കൂടെ ഉണ്ട്. ഇത് നിർമ്മിക്കുമ്പോൾ നമ്മളൊരു മാതൃകാ മോഡൽ വില്ലേജാക്കി മാറ്റി തീർക്കണം. 2 കുട്ടികളും അമ്മയും അടങ്ങുന്ന 5 പേരാണ് ഈ കുടുംബത്തിൽ. തോട്ടം തൊഴിലാളികളുടെ മക്കളായാണ് ഇരുവരും ജനിച്ചത്. കഠിന പ്രയത്നത്തിലൂടെ സർക്കാർ ഉദ്യോഗം കരസ്ഥമാക്കി. ഇരുവരും ചേർന്ന് കഴിഞ്ഞ 10 വർഷമായി വണ്ടിപ്പെരിയാറിൽ സൗജന്യമായി PSC കോച്ചിംഗ് സെന്റർ നടത്തുന്നുമുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പാലക്കാട് പ്രളയക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് താൽക്കാലിക വീടായി മാറിയ അപ്നാ ഘർ മാതൃകയിൽ ഓരോ ജില്ലകളിലും പാർപ്പിട സമുച്ചയം നിർമ്മിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രിമാരായ AK ബാലനും E ചന്ദ്രശേഖരനും. അടിയന്തര ഘട്ടത്തിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ കേന്ദ്രങ്ങൾ ഉണ്ടാവുന്നത് ഗുണകരമാകും. അപ്നാ ഘറിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ മന്ത്രിമാർ സന്ദർശനം നടത്തി. വെള്ളപ്പൊക്കത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിൽ പാലക്കാട് ജില്ലയിൽ വലിയ ആശങ്കകളുണ്ടായിരുന്നില്ല. വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവരെയും താമസയോഗ്യമല്ലാതായവരെയും തൊഴിൽ വകുപ്പിന്റെ കീഴിലുള്ള അപ്നാഗർ പാർപ്പിട സമുച്ചയത്തിലേക്കാണ് മാറ്റിപ്പാർപ്പിച്ചത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി തൊഴിൽ വകുപ്പ് നിർമ്മിച്ച അപ്നാഗർ ദുരിതബാധിതർക്ക് വീടായി മാറുകയായിരുന്നു. 4 നിലകളിൽ 64 മുറികൾ, നിരവധി അടുക്കളകളും ശുചിമുറികളും ഡൈനിങ് ഹാളുകളും. സംസ്ഥാനത്ത് മികച്ച സൗകര്യമൊരുക്കിയ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊന്നായിരുന്നു അപ്നാഗർ. ഇതേ മാതൃകയിൽ ഓരോ ജില്ലകളിലും പാർപ്പിട സമുച്ചയമുണ്ടാക്കിയാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട അടിയന്തര സാഹചര്യത്തിൽ ഉപകാരപ്രദമാവുമെന്ന് മന്ത്രി AK ബാലൻ പറഞ്ഞു. ഈ രൂപത്തിലുള്ള റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ഒരു പെർമനന്റ് സ്വഭാവത്തോടു കൂടി ഉണ്ടാകുന്നത് നല്ലതാണ്. പിന്നെ സ്ഥിരം സംവിധാനം എന്നുള്ള നിലയിലുള്ള പദ്ധതികളെ സംബന്ധിച്ച് ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട്.
ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പദ്ധതി അനുസരിച്ച് തീരദേശ മേഖലകളിൽ കെട്ടിട സമുച്ചയമൊരുക്കാൻ പദ്ധതിയുണ്ടെങ്കിലും മറ്റ് മേഖലകൾക്ക് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. ഇത്തരമൊരു കേന്ദ്രം എല്ലാ ഇടങ്ങളിലും ഉണ്ടാകണം എന്നത് നല്ല കാര്യമാണ്. അത് എങ്ങനെയാണ് നടപ്പാക്കാൻ കഴിയുന്നത്? ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ള കേന്ദ്രങ്ങൾ കൊണ്ട് പൂർത്തിയാകുമോ, ആവശ്യമായ മറ്റ് കേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൈക്ലോണുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോൾ നിലവിൽ കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ള സ്കീം. അതുകൊണ്ട് തീരദേശത്ത് മാത്രമാണ് ഉണ്ടാവുക. അല്ലാത്ത കേന്ദ്രങ്ങളിൽ കൂടി ഉണ്ടാകുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നത്. നിലവിൽ അപ്നാഗറിൽ 100-ലേറെ പേർ കഴിയുന്നുണ്ട്. ബദൽ സൗകര്യമാകുന്നതുവരെ ഇവരെ അപ്നാഗറിൽ തന്നെ താമസിപ്പിക്കാനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും വീടുകളിലേക്ക് മടങ്ങുന്നവർക്കായി കിറ്റുകൾ ഒരുക്കുകയാണ് കളമശ്ശേരി കളക്ഷൻ സെന്ററിൽ കുടുംബശ്രീ പ്രവർത്തകർ. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഹോർട്ടികോർപ്പ്, സപ്ലൈകോ എന്നിവയിൽ നിന്നും ലഭിക്കുന്ന വസ്തുക്കൾ ലോറികളിൽ നിന്ന് ഇറക്കുന്നതും പാക്ക് ചെയ്ത് കയറ്റി അയക്കുന്നതും പൂർണ്ണമായും കുടുംബശ്രീയുടെ മേൽനോട്ടത്തിലാണ്. കൊച്ചി ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. എറണാകുളം ജില്ലയിൽ 8ഓളം കളക്ഷൻ സെന്ററുകളാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ കുടുംബശ്രീ പൂർണ്ണമായും നിയന്ത്രിക്കുന്ന കളക്ഷൻ സെന്ററാണ് കളമശ്ശേരിയിലേത്. ഇവിടെ ക്യാമ്പുകളിൽ നിന്നും വീടുകളിലേക്ക് മടങ്ങുന്ന ആളുകൾക്ക് ആവശ്യമായ വസ്തുക്കൾ കിറ്റുകളായി നൽകുന്നതിന് വേണ്ട മുഴുവൻ പ്രവർത്തനങ്ങളും കുടുംബശ്രീ പ്രവർത്തകരാണ് ചെയ്യുന്നത്. സാധനങ്ങൾ ലോറികളിൽ നിന്നും കളക്ഷൻ സെന്ററിൽ ഇറക്കുന്നതും പാക്ക് ചെയ്യുന്നതും കുടുംബശ്രീ പ്രവർത്തകരാണ്. മറ്റ് കളക്ഷൻ സെന്ററുകളിൽ കുടുംബശ്രീ പ്രവർത്തകർ വളണ്ടിയർമാരായി പ്രവർത്തിക്കുമ്പോൾ കളമശ്ശേരിയിൽ കളക്ഷൻ സെന്റർ പൂർണ്ണമായും കുടുംബശ്രീയുടെ മേൽനോട്ടത്തിലാണ്. ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള മാൻഡേറ്ററി സാധനങ്ങളോടൊപ്പം തന്നെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന പരമാവധി സാധനങ്ങൾ അവൈലബിലിറ്റി അനുസരിച്ച് കിറ്റുകളിൽ കയറ്റി വിടുന്നുണ്ട്. എല്ലാവർക്കും ഒരേ തരത്തിലുള്ള സാധനങ്ങൾ തന്നെ കിട്ടിക്കോണമെന്നില്ല. പക്ഷേ പരമാവധി സാധനങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തിയാണ് കിറ്റുകൾ ഇവിടെ തയ്യാറാക്കുന്നത്. പല സംസ്ഥാനങ്ങളിൽ നിന്നായി വന്ന 40ഓളം ലോഡ് വസ്തുക്കളാണ് കളമശ്ശേരിയിലെ കളക്ഷൻ സെന്ററിൽ സ്വീകരിച്ചിട്ടുള്ളത്. ആഹാര സാധനങ്ങൾക്ക് പുറമെ വസ്ത്രങ്ങളും ചെരുപ്പുകളും ഇവിടെയുണ്ട്. ഇവിടെ നിന്നും നൽകുന്ന കിറ്റിൽ അവശ്യ സാധനങ്ങളായ ഭക്ഷ്യവസ്തുക്കൾ, വസ്ത്രങ്ങൾ, മരുന്നുകൾ, ശുചീകരണ സാമഗ്രികൾ എന്നിവയ്ക്ക് പുറമെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും അയക്കുന്ന പാൽപ്പൊടി, തേയില, ബിസ്ക്കറ്റ് എന്നിവയും നൽകുന്നു. കണയന്നൂർ താലൂക്കിലുള്ള പ്രളയബാധിത പ്രദേശങ്ങളിൽ വിതരണം ചെയ്യാൻ ആവശ്യമായ കിറ്റുകളാണ് കളമശ്ശേരിയിലെ കളക്ഷൻ സെന്ററിൽ നിന്നും കയറ്റി അയക്കുന്നത്. കിറ്റുകളിലേക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ ഹോർട്ടികോർപ്പിൽ നിന്നും സപ്ലൈകോയിൽ നിന്നുമാണ് ലഭ്യമാക്കുന്നത്. ഈ കാണുന്നതെല്ലാം പ്രളയം നാശം വിതച്ച കേരളത്തിനുള്ള സ്നേഹമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇതര സംഘടനകളിൽ നിന്നും ശേഖരിച്ച ഭക്ഷ്യവസ്തുക്കളും മറ്റ് അവശ്യ സാധനങ്ങളും, പാൽപ്പൊടി മുതൽ അരി വരെ, വസ്ത്രങ്ങളും ചെരുപ്പുകളും, പച്ചക്കറികളും അതുപോലെ തന്നെ പയറിനങ്ങളും. കൊച്ചിയിലെ കളക്ഷൻ ക്യാമ്പിൽ നിന്നും ക്യാമറാമാൻ അഭിലാഷിനൊപ്പം വിഷ്ണുപ്രസാദ്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ കർഷക പ്രക്ഷോഭത്തിന് ദില്ലി ഒരുങ്ങി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തുന്ന കർഷകർ സെപ്റ്റംബർ 5-ന് പാർലമെന്റിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തും. 3 ലക്ഷത്തോളം കർഷക തൊഴിലാളികൾ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ഹനൻ മൊല്ല അറിയിച്ചു. നരേന്ദ്രമോദി സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് ഇടതുപക്ഷ തൊഴിലാളി കർഷക സംഘടനകളുടെ പ്രക്ഷോഭം. CATU, അഖിലേന്ത്യാ കിസാൻ സഭ, അഖിലേന്ത്യാ അഗ്രികൾച്ചർ വർക്കേഴ്സ് യൂണിയൻ തുടങ്ങിയവർ സംയുക്തമായി നടത്തുന്ന പ്രതിഷേധ സംഗമത്തിൽ 3 ലക്ഷത്തിലേറെ തൊഴിലാളികൾ പങ്കെടുക്കും. The lack of social security benefits, the privatization, all these problems have their roots in the neoliberal policies, and the BJP government under the Prime Minister Modi is following these neoliberal policies more aggressively than the earlier governments. और मजदूर जो काम में है उसके भी ज़िंदगी बदतर हो रहा है. रोज कारखाना में जो कानून है, जो हमारा 47 साल से जो कानून बना था, ब्रिटिश ज़माना के वही कुछ कानून, उससे भी बेहद बदतर स्थिति आज हिंदुस्तान का लेबर लॉ में. പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്നും 2500 കിലോമീറ്റർ നീളുന്ന ബൈക്ക് റാലിക്ക് തുടക്കമായി. മഹാരാഷ്ട്രയിൽ വിറപ്പിച്ച ലോങ് മാർച്ചിൽ പങ്കെടുത്ത കർഷകർ പ്രത്യേക ട്രെയിൻ ബുക്ക് ചെയ്താണ് എത്തുന്നത്. 400-ലേറെ ജില്ലകളിലായി 600ഓളം സ്ഥലങ്ങളിൽ പ്രത്യേകമായി നടന്ന പ്രകടനങ്ങൾ പൂർത്തിയായി. കേരളത്തിന്റെ മുൻ ആസൂത്രണ കമ്മീഷൻ അംഗവും സാമ്പത്തിക വിദഗ്ധനുമായ പ്രഭാത് പട്നായിക്കിന്റെ അധ്യക്ഷതയിലാണ് റിസപ്ഷൻ കമ്മിറ്റി. സെപ്റ്റംബർ 4-ഓടെ തൊഴിലാളികൾ ദില്ലിയിൽ എത്തിച്ചേരും. ഇവർക്കായി രാംലീല മൈതാനിയിൽ വിശ്രമ കേന്ദ്രങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. 5-ാം തീയതി രാവിലെ 9 മണിയോടെ പാർലമെന്റ് മാർച്ച് ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി.
ഗുസ്തയിൽ രാജ്യത്തിന്റെ അഭിമാനമുയർത്തി മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ താരങ്ങൾക്ക് ഡൽഹിയിൽ ആവേശകരമായ സ്വീകരണം. മലയാളി താരങ്ങളായ ജിൻസൺ ജോൺസൺ, മുഹമ്മദ് അനസ്, PU ചിത്ര എന്നിവരും ദില്ലിയിൽ സ്വീകരണം ഏറ്റുവാങ്ങി. പ്രളയ ദുരന്തം അനുഭവിക്കുന്ന കേരളത്തിനായി മെഡൽ നേട്ടം സമർപ്പിക്കുന്നതായി താരങ്ങൾ പറഞ്ഞു. നൂറുകണക്കിന് ആരാധകരുടെ സാന്നിധ്യത്തിൽ വാദ്യഘോഷങ്ങളോടെയായിരുന്നു അത്ലറ്റിക് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാക്കൾക്ക് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വീകരണമൊരുക്കിയത്. 1500 മീറ്ററിൽ സ്വർണവും 800 മീറ്ററിൽ വെള്ളിയും നേടിയ ജിൻസൺ ജോസഫ് മെഡലുകൾ കേരളത്തിലെ ദുരന്തബാധിതർക്കും രാജ്യത്തിനും സമർപ്പിച്ചു. മെഡൽ എല്ലാ ഇന്ത്യൻസിനും വേണ്ടി സമർപ്പിക്കുന്നു. 800-ൽ ഞാൻ സെക്കൻഡ് വന്നപ്പോൾ ഞാൻ കേരളത്തിലെ കേരളത്തിൽ ദുരിതത്തിൽ സഹായിച്ച എല്ലാ മലയാളികൾക്കും സമർപ്പിച്ചത്. 400 മീറ്ററിലും 4x400 മീറ്റർ റിലേയും വെള്ളി നേടിയ മുഹമ്മദ് അനസ് കഴിവിന്റെ പരമാവധി പ്രകടനം കാഴ്ചവെച്ചതിന്റെ ആഹ്ലാദത്തിലാണ്. കുഴപ്പമില്ല, എന്റെ മാക്സിമം പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന എന്റെ വിശ്വാസം. വളരെ സന്തോഷമുണ്ട്. ഒരു മെഡൽ നേടുക എന്നുള്ള അത് ഞാൻ സാധിച്ചെടുത്തു. 1500 മീറ്ററിൽ വെങ്കലം നേടിയ PU ചിത്ര മത്സരം കടുത്തതായിരുന്നുവെന്ന് വിലയിരുത്തി. അടുത്ത ചാമ്പ്യൻഷിപ്പിനൊരുങ്ങാൻ പട്യാല ക്യാമ്പിൽ തുടരണമെന്നും PG പരീക്ഷ എഴുതണമെന്നും ചിത്ര പറഞ്ഞു. എന്നെക്കാളും നല്ല പെർഫോമൻസ് ഉള്ള അത്ലറ്റാണ്. അവരുടെ കൂടെ ഓടി എനിക്ക് ഇത്രയും ചെയ്യാൻ കഴിഞ്ഞതിന് വളരെ സന്തോഷമുണ്ട്. അടുത്ത ചാമ്പ്യൻഷിപ്പിനുള്ള തയ്യാറെടുപ്പിനായാണ് ഇനിയുള്ള ശ്രദ്ധയെന്ന് പറഞ്ഞാണ് താരങ്ങൾ ക്യാമ്പിലേക്ക് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. നോട്ട് നിരോധനത്തെ ചതിയെന്നു വിളിച്ച് വീട്ടമ്മ രംഗത്ത്. അങ്ങനെ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് നിരോധിച്ച നോട്ടുകൾ മാറാൻ ബാങ്കിനു മുൻപിൽ ക്യൂ നിന്ന് കുഴഞ്ഞു വീണു മരിച്ച ചന്ദ്രശേഖരന്റെ ഭാര്യ രാധാമണി. തന്റെ കുടുംബത്തെ അനാഥമാക്കിയിട്ട് നരേന്ദ്രമോദി എന്തു നേടിയെന്ന് അവർ ചോദിക്കുന്നു. എന്റെ പിന്നിൽ കാണുന്നതാണ് ചന്ദ്രശേഖരൻ. 2016 നവംബർ 21-നാണ് SBT നല്ലിലെ SBT ബാങ്കിന്റെ മുമ്പിൽ നോട്ട് മാറാനായി നിൽക്കുമ്പോൾ അദ്ദേഹത്തെ മരണം കീഴടക്കിയത്. അമ്മയെ സംബന്ധിച്ച് ഗൃഹനാഥൻ നഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് പറയാനുള്ളത്? നോട്ട് നിരോധനത്തിന്റെ ഒരു ഇര കൂടിയായിരുന്നല്ലോ അദ്ദേഹം. അന്ന് ആ നോട്ട് മാറാൻ ഇന്ത്യയിലും ഞങ്ങളുടെ സംസ്ഥാനമായ കേരളത്തിലും ഇന്ത്യയിലും ഒട്ടാകെ കുറേ മനുഷ്യരെ ജീവൻ നഷ്ടപ്പെട്ടു. അവരിന്ന് അനുഭവിക്കുന്ന ആ വീടുകളിൽ ഇന്ന് അനുഭവിക്കുന്ന വേദന, ഒരു പെൺകുട്ടിയുള്ള ഒരു 2 പെൺപിള്ളേരുള്ള ഒരു വീട്ടിലൊരു കടങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ആ പെൻഷൻ വാങ്ങിയായിരിക്കും ആ കടം നികത്തി വരുന്നത്. ഇന്ന് അത്താഴത്തിനും ഒരു നിവൃത്തിയില്ലാത്ത, ഒരു ഉച്ചയ്ക്ക് ഒരു ഭക്ഷണത്തിനും ഒരു നിവൃത്തിയില്ലാത്തൊരു പ്രതിസന്ധി മുന്നോട്ട് പോകുക ഞങ്ങളെല്ലാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ പെട്ടെന്നുണ്ടായ ആ പൈസ കിട്ടാൻ, പെൻഷനായാലും കിട്ടാൻ ബുദ്ധിമുട്ട് വന്നതിൻ്റെ പേരിലാണ് ഈ ഒരു സംഭവം അവിടെ ഉണ്ടാവുന്നത്. ഇനി നാളെ ഇതേ രീതിയിൽ പോയാൽ നാളെ ഇതുപോലെ എത്ര ജനം ഈ മണ്ണിൽ നിന്ന് തുടച്ചു പോകും. ഒരു വെള്ളപ്പൊക്കം വന്നു, മഴ, അത് പ്രകൃതി നിയമങ്ങളാണ്. പ്രകൃതിയിൽ വരുന്നത് നമ്മളെല്ലാവരും അനുഭവിച്ചേക്കും. പക്ഷെ ഇതുപോലൊരു ചതിവ് ലോകം നന്നാക്കാനായിട്ട് നമ്മൾ തെരഞ്ഞുവിടുന്ന മന്ത്രിമാര് ഇതേപോലൊരു നിയമങ്ങൾ ഉണ്ടാക്കിയ സാധാരണക്കാരനായി ഞങ്ങളെ പോലുള്ളവർ എങ്ങനെ? നോട്ട് നിരോധനത്തെ ചതി എന്നാണ് വീട്ടമ്മയായ രാധാമണി വിശേഷിപ്പിച്ചത്. നിരവധി ചോദ്യങ്ങളും അവർ ഉന്നയിച്ചിട്ടുണ്ട്. മറുപടി പറയേണ്ടുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്, നോട്ട് നിരോധനം നടപ്പിലാക്കിയവരാണ്. ക്യാമറമാൻ പ്രമോദ് പന്തിയോടിനൊപ്പം രാജ്കുമാർ.